You take any one of these cards. So this contains a message for you. What is that? And very interestingly, most of the cards have writing full in the cards. In this card, there are only two writings. What is one? And the beauty is that ഈ കാർഡിൽ മാത്രം മേ ബി ഒരു വരി മലയാളത്തിലും ബാക്കി ഇംഗ്ലീഷിലുണ്ട്. എൻ്റെ ഇതുവരെയുള്ള അനുഭവത്തിൽ ദാറ്റ് മീൻസ് ഇൻ മൈ ഡൂയിങ് ദിസ് ഫോർ ദ ലാസ്റ്റ് 15 years, very rarely this card has come. I am not joking. Okay? Because I have taken videos like this and sometimes I put in what you call YouTube also. See, you can see, see, full of writings, see. And I have found very mysteriously the card that you take is about you, about the person, or ആ പേഴ്സണ് വേണ്ടതാണ് കേട്ടോ. വെരി സർപ്രൈസിംഗ്ലി ഞാനത് വായിച്ചു കേൾപ്പിക്കാം. There are 600 cards here. Card number 594. വ്യക്തിത്വം. The word written is individuality. പേഴ്സണാലിറ്റി എന്ന് കേട്ടിട്ടുണ്ടോ? ആ വാക്ക് ഇപ്പുറത്ത് എഴുതിയിട്ടുണ്ട്, പേഴ്സണാലിറ്റി. അപ്പോൾ എല്ലാവർക്കും പേഴ്സണാലിറ്റി ഉണ്ട് പ്രീത, സോറി ഐര. അതായത് കേരളത്തിലും ഇന്ത്യയിൽ പലയിടത്തും ലോകത്തിൽ പലയിടത്തും പലർക്കും വേണ്ടിയും പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് നടക്കാറുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും അത് ചെയ്യാറില്ല. എന്നോട് ചെയ്യണമെന്ന് ഒരുപാട് ആൾക്കാർ നിർബന്ധിച്ചിട്ടുണ്ട്, ഞാനത് ചെയ്യാറില്ല. കാരണം അത് വെറും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അതൊരു സാധാരണ ലെവലിലുള്ളതാണ്. പേഴ്സണാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സോണ എന്നുള്ള വാക്കിൽ നിന്നാണ് അത് ഉണ്ടായിരിക്കുന്നത്. പേഴ്സോണ എന്ന് വെച്ചാൽ മുഖം മൂടി, അതുകൊണ്ട് അത് എല്ലാവർക്കും ഉള്ളതാണ് പേഴ്സണാലിറ്റി. പക്ഷെ അത് ഡെവലപ്പ് ചെയ്യാം. പക്ഷെ ഞാൻ പറയുന്നത് ഇൻഡിവിജ്വാലിറ്റി ഡെവലപ്പ് ചെയ്യണമെന്നാണ്. താങ്കൾക്ക് വേണ്ടിയുള്ള മെസ്സേജാണ്, അല്ലെ താങ്കളെ പറ്റിയുള്ള മെസ്സേജാണ്. ഇൻഡിവിജ്വൽ, INDIVIDUAL എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവൈസിബിൾ. അതിനെ തിരിക്കാൻ പറ്റില്ല. ആ ആൾ ഭയങ്കര യുണീക്കാണ്. എല്ലാവർക്കും പേഴ്സണാലിറ്റി ഉണ്ട്, പക്ഷെ കുറച്ച് പേർക്ക് മാത്രമേ ഇൻഡിവിജ്വാലിറ്റി ഉള്ളൂ കേട്ടോ. താങ്കൾക്ക് ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, മാത്രമല്ല ഇത് കൂടിയും പോയി കേട്ടോ. അങ്ങനെ ഇൻഡിവിജ്വാലിറ്റി ആണ്. യു വോണ്ട് ടു ഡു ദ വേ യു വോണ്ട് ടു ഡു. You have a lot of power and courage. You have a lot of confidence. You want to do a lot of things. Okay? But let us see how you will do that thing. നമ്മൾ കുറച്ച് മുമ്പ് സംസാരിച്ചപ്പോൾ പാട്ട് പഠിക്കുന്നതിനെ പറ്റിയും ഡാൻസ് പഠിക്കുന്നതിനെ പറ്റിയും പിന്നെന്താണ് ഏതൊരു മാർഷൽ ആർട്സിനെ പറ്റി പറഞ്ഞല്ലോ, ഒരു മാർഷൽ ആർട്ടിനെ പറ്റി പറഞ്ഞല്ലോ, എന്തൊരു കരാട്ടെ അടിക്കണമെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ നോക്കാം കേട്ടോ. സോ ദിസ് കാർഡ് ഈസ് കണക്റ്റഡ് വിത്ത് യു. ഓൾറൈറ്റ്. സോ യു ഹാവ് ഇൻഡിവിജ്വാലിറ്റി. ഇൻഡിവിജ്വാലിറ്റി ഉള്ളവരൊക്കെ സത്യം പറഞ്ഞാൽ ഇത്തിരി കെയർഫുൾ ആയിരിക്കണം. ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യക്ക് തോന്നുമ്പോൾ സെക്കൻഡ് ഷോ കാണാൻ പോകാൻ പറ്റില്ല. കാരണം ഹീസ് ദ പ്രൈം മിനിസ്റ്റർ. ചുമ്മാ ഇറങ്ങി നടക്കാൻ പറ്റില്ല. മാത്രമല്ല അയാളെ കുവൈറ്റിൽ ജനിച്ചു വളർന്നു. അപ്പം തന്നെ അയാളുടെ മൈൻഡ് സെറ്റ്, അയാളുടെ വ്യക്തി ഇൻഡിവിജ്വാലിറ്റി കുറെ കൂടി. കാരണം ഇന്ത്യയിൽ കോടിക്കണക്കിന് പെൺകുട്ടികളുണ്ട്, പക്ഷേ അയാൾ ജനിച്ചേക്കുന്നത് കുവൈറ്റിലാണ്. അയാളുടെ ഫാദർ ഒരു എഞ്ചിനീയർ ഇൻ കുവൈറ്റാണ്. ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് എഞ്ചിനീയേഴ്സ് ഉണ്ട്, പക്ഷെ അവർക്കൊന്നും ഈസിയായിട്ട് കുവൈറ്റിൽ പോകാൻ പറ്റില്ല. സോ അയാളുടെ ഫാദർ വളരെ കോമ്പറ്റൻ്റ് ആണ്, അപ്പോൾ ഭയങ്കര ബുദ്ധിയുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ ബുദ്ധിയുള്ള ആളുടെ മകളാണ് താങ്കൾ. താങ്കളുടെ മദറും ഒരു അപാര സ്ത്രീയാണ്. മദറായതുകൊണ്ട് താങ്കൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഞാൻ ആദ്യം പറഞ്ഞില്ല അപ്പോൾ കാർ ഓടിച്ച് വന്നത്, അത്ഭുതപ്പെട്ടു ഞാൻ. കാരണം ഇവിടെ വരുന്നതിൽ ഒരു 90% പേരും കാർ ഓടിച്ചാൽ വരുന്നത്. ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന്
കേരളത്തിൽ നിന്ന് എറണാകുളത്ത് നിന്ന് മിനിഞ്ഞാന്ന് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് വൈഫും കുട്ടിയും കാർ ഓടിച്ച് ഇവിടെ വന്നിട്ട് പോയി. അവർ 6 മണിക്ക് പുറപ്പെട്ടിട്ട് രാത്രി 8:30 മണിക്ക് അവിടെ എത്തി. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുടെ മകളായതുകൊണ്ട് താങ്കൾക്കും അതിൻ്റെ കഴിവ് അതിൻ്റെ കൂടുതലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കഴിവുകളെ താങ്കൾ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്ന് ഞാൻ പറയാണ്. അതാണ് ഇവിടെ കാണിച്ചതെന്ന് പറയാം. ഓക്കെ, ഇനി 2 കാർഡും കൂടി എടുക്കാം. കാർഡ് നമ്പർ 2. ഓ, ഇതെനിക്ക് കുറെ പറയേണ്ടി വരുമല്ലോ. Oh, in the Jayapras, I have always found it is mysteriously connected with the person who is taking it. I will read out the words. Oh, card അതിൻ്റെ നമ്പർ കൂടുതലുണ്ട്. This is card number 650. ഇത് എൻ്റെ കൂടെ റിസർച്ച് ചെയ്തൊരു കുട്ടിയാണ് കാർഡിലെ നമ്പറൊക്കെ എഴുതിയത് കേട്ടോ. ഫസ്റ്റ് വേർഡ് ഇസ് ഇന്നസെൻസ്. I see a connection with her. Second word is positive orientation. Third word is full consciousness. ഇന്നസെൻസ് താങ്കൾക്കുള്ളതാണ്. അപ്പം അതിൻ്റെ കുറേ അതെന്തുകൊണ്ടാണ് എങ്ങനെയാണ് അതിൻ്റെ കുറേ ഘടകങ്ങൾ അതിൻ്റെ ഇടയിൽ ഇടുന്നുണ്ട്. താങ്കൾ നോക്ക്, ഇന്നസെൻസ് ചെയ്തിട്ട് കണ്ടോ അതിൻ്റെ ഇടയിൽ അതിൻ്റെ കുറേ ഘടകങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പറയുകയാണെങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും പറയണ്ട. അത് പറയേണ്ട ആവശ്യമില്ല. താങ്കൾക്കുള്ളതിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. യു ആർ ഇന്നസെൻറ്റ്. യെസ് ഓർ നോ? ഷുവർ. Looking at your face, anybody can know. You are almost like a child. Okay? Good. Okay? Keep that innocence. That again, very surprisingly, is your power. Two. Positive orientation. കണ്ടില്ല? യു ഹാവ് ദാറ്റ്. എപ്പോൾ അല്ലേ വെറുതെ പോലെ താങ്കൾ എപ്പോഴും സന്തോഷവതിയാണ്. ഇവിടെ വന്നപ്പോൾ ഞാൻ കാണുന്നത് എന്ത് പറഞ്ഞാലും ചിരിക്കും, എപ്പോൾ നോക്കിയാലും ചിരിക്കും, നോക്കിയാൽ ചിരിക്കും. കൊച്ചുകുട്ടികളെ മാതിരി കേട്ടോ. വെരി പോസിറ്റീവ് ഓറിയൻറ്റേഷൻ. അതും അതിനെപ്പറ്റി ഒരുപാട് പറയാനുണ്ട്. അതുകൊണ്ടാണ് താങ്കൾക്കൊന്നിന് ഒരു ഭയമില്ല. പോകുമ്പോൾ അമ്മ പറയുന്നത് അവിടെ പന്നിയുണ്ട്, കടിക്കുന്നത് മറ്റുണ്ട് മറിച്ചുണ്ട്, പോകണ്ടെന്ന് അമ്മ പറയാണ്. താങ്കൾക്ക് അതിനെപ്പറ്റിയൊന്നും പേടിയില്ല. അത് കാരണം ഒന്ന് ഇന്നസെൻ്റ് ആയതുകൊണ്ടാണ്. കൊച്ചുകുട്ടിയെ രാത്രി 2 മണിക്കൂറൊക്കെ വിട്ടാൽ അവൻ നടന്നു പോകും. പിന്നെ കുട്ടിക്ക് എല്ലാം പോസിറ്റീവാണ് ഇല്ലേ. കുട്ടിക്കിട്ട് 2 തല്ല് കൊടുക്കുന്നു, കുട്ടി കരയുന്നു. കുറച്ച് മുമ്പ് കൈ അടിക്കുന്നു, കുട്ടി കയറി വരുന്നു. കുട്ടി ഇന്നസെൻ്റുമാണ്, പോസിറ്റീവാണ്. അയറ ഇത് തന്നെയാണ് അല്ലേ. 3. മൂന്നാമത്തെ ഘടകം താങ്കൾ ഡെവലപ്പ് ചെയ്യണം. അതിന് ഫുൾ കോൺഷ്യസ്നസ് പറയും. കംപ്ലീറ്റ്ലി അലർട്ട്. പൂച്ചയെപ്പോലെ അല്ലെങ്കിൽ വേണ്ടുന്നൊരു ഡോഗിനെ പോലെ. എല്ലാ ആനിമൽസിനും ഒരു അലർട്ടാണ്. ബേർഡ്സിൻ്റെ ഒക്കെ വീഡിയോ എടുത്ത് എപ്പോഴും ഒന്ന് കൊത്തും, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കും. പൂച്ച ഏത് സ്ഥലത്തിലും ഇമ്മീഡിയറ്റ്ലി അലർട്ടാണ്. അതിന് ഫുൾ കോൺഷ്യസ്നസ് പറയും. ഓക്കെ. താങ്കൾക്ക് അത് കുറച്ച് കുറവാണ് കേട്ടോ. അത് ഡെവലപ്പ് ചെയ്യണം. ഇവിടെ എഴുതിയേക്കുന്നതാണ് കണ്ടോ, എഴുതിയിട്ടുണ്ട്. 3rd ലൈൻ കണ്ട ഫുൾ കോൺഷ്യസ്നസ്. താങ്കളത് ഡെവലപ്പ് ചെയ്യണം. എന്തുകൊണ്ടാണ് അതവിടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഈ 2 ഘടകങ്ങളുള്ള ആൾക്കാർ അത് ഡെവലപ്പ് ചെയ്തേ പറ്റൂ. കാരണം ഞാൻ ഇന്നസെൻ്റ് എന്ന് പറഞ്ഞപ്പോൾ വഴി കൂടി അങ്ങ് പോയി കഴിഞ്ഞാലേ ആൾക്കാർ വന്ന് പുറകെ പിടിക്കും. ഒരാൾ ചോദിക്കുക, ഞാൻ കുട്ടിയുടെ പോവാ, ഞാൻ കടയിൽ സാധനം മേടിക്കാൻ പോവാം. കുട്ടിയുടെ പൈസ വല്ലതും ഉണ്ട്. എത്രയുണ്ട്? 100 രൂപ. കുട്ടി ഇന്നസെൻ്റാണ്. അപ്പോഴാ എന്നാൽ ഈ കുട്ടിയെ പറ്റിച്ചാൽ 100 രൂപ എടുത്തുകൊണ്ട് പോവാം.
മനസ്സിലായോ? അതുകൊണ്ട് ഈ എന്താണ് ഇന്നസെൻസും എന്താണ് പോസിറ്റീവ് ഓറിയൻറ്റേഷൻ. പോസിറ്റീവ് വെച്ചാൽ ആരെയും സംശയമില്ല. അതല്ലേ പോസിറ്റീവ് ഓറിയൻറ്റേഷൻ അല്ലേ പ്രീത? അല്ലേ ജയപ്രകാശ്? നല്ല നല്ല അതല്ലേ പറയും താങ്കളുടെ വണ്ടർഫുൾ. പക്ഷെ അത് ഡേഞ്ചറസ് ആണ്. എന്നുവെച്ചാൽ ഡേഞ്ചറസ് എന്ന് വെച്ചാൽ എപ്പോൾ ഉണ്ടാന്ന് പറയാൻ പറ്റില്ല. ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ആക്സിഡൻറ്റ് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവും. അത് പല ഘടകങ്ങൾ ഒരുമിച്ച് വരുമ്പോഴും അതുവരെ ഒന്നുമില്ല. അതുവരെ ഒന്നുമില്ല. പെൺകുട്ടി ഒറ്റയ്ക്ക് കിടക്കുക ഒന്നും സംഭവിക്കുന്നില്ല. പല പ്രാവശ്യം പോയി, 10 പ്രാവശ്യം പോയി, 20 പ്രാവശ്യം പോയി, 21ാമത്തെ പ്രാവശ്യം പോകുമ്പോഴായിരിക്കും പ്രശ്നം വരുന്നത് എന്ന് പറയുന്നതല്ല. എനിവേ യു ഡെവലപ്പ് ദാറ്റ് കോൺഷ്യസ്നസ് കേട്ടോ. അപ്പം ഞാനൊരു ഇത് പറയാം, സോറി, ഒരു ചെറിയൊരു അനക്ഡോട്ട് എന്നൊക്കെ ഇംഗ്ലീഷ് പറയും. ഒരു ജപ്പാനിൽ സാമുറായി എന്ന് പറഞ്ഞിട്ടൊരു വർഗം ഉണ്ടായിരുന്നു. സാമുറായി, SAMURAI. ഇന്ത്യയിലെ ക്ഷത്രിയർ എന്നൊരു വംശമുണ്ട്, കേട്ടിട്ടുണ്ടോ? ഇല്ലേ? താങ്കൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ അല്ലേ? ഉണ്ടോ? ഇല്ല അല്ലേ? എന്നാ വേണ്ട, ഇതും കൂടി കേട്ടിട്ട് നിർത്തിക്കൊള്ളു. അവിടെ ആ ഇൻട്രസ്റ്റിൻ്റെ ഉള്ള കാര്യം തുറന്നു പറയണം. ആക്ച്വലി ഇഷ്ടമില്ല, പോട്ടെ, ഇങ്ങനെ മുഖത്ത് നോക്കി ഇഷ്ടമില്ലെന്ന് ഇങ്ങനെ പറയുന്നുള്ളൂ. ശരി, അതുകൊണ്ട് ഒരു കഥ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. കഥ കേൾക്കാൻ ഇഷ്ടമുണ്ടല്ലോ? കൊച്ചു കഥയാണ്. അപ്പം ജപ്പാനിൽ സാമുറായി എന്ന് പറഞ്ഞിട്ടൊരു ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. കാസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല. സാമുറായി, താങ്കൾ എന്തെങ്കിലും ഇൻ്റർനെറ്റ് എടുത്ത് നോക്കാം. അവർ ജനിച്ചത് തന്നെ വാളുകൊണ്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സാമുറായി അവർ മാത്രമുള്ളതാണ് വാള്. താങ്കൾക്ക് സാമുറായിയുടെ പടങ്ങളൊക്കെ ഇഷ്ടം പോലെ ഇൻ്റർനെറ്റിലേക്ക് കാണാം. അപ്പോൾ സാമുറായികളെ പരിശീലിപ്പിക്കുന്ന ഒരു വലിയ, അത് മൊണാസ്ട്രിയിലാണ്. മൊണാസ്ട്രി എന്ന് വെച്ചാൽ അറിയാമോ? മൊണാസ്ട്രി കേട്ടുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, സ്കൂളിൽ നിന്ന് വെച്ചോളൂ. അപ്പോൾ ജപ്പാനിലെ ഏറ്റവും പ്രസിദ്ധനായ സാമുറായികളെ ട്രെയിൻ ചെയ്യുന്ന മാസ്റ്ററിൻ്റെ മൊണാസ്ട്രിയാണ്. അപ്പം അവിടെ ഗ്രാമത്തിലൊരു കർഷകൻ്റെ മകൻ, കർഷകൻ ഇത് കേട്ട് അവന് സാമുറായി വരെ കണ്ടിട്ട് എനിക്കും സാമുറായാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും വാൾ കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ പഠിക്കണം. അതാണല്ലോ സാമുറായി ചെയ്യുന്നത്. പഠിക്കുന്നിട്ട് ഇവന് ഭയങ്കര ആഗ്രഹം തോന്നി. എന്നിട്ട് ഇവൻ വീട്ടിൽ നിന്ന് അമ്മയോടൊക്കെ അനുവാദം ചോദിച്ചു. അമ്മ പറഞ്ഞ് പോകാൻ പറ്റില്ല, അത് അപകടകരമാണെന്ന് എനിക്ക് പറ്റിയതില്ല, പക്ഷെ നിനക്ക് അത്ര ആഗ്രഹമാണെങ്കിൽ പോയിട്ട് വാ എന്ന് പറഞ്ഞ് അവൻ ഈ മൊണാസ്ട്രിയിൽ അവിടെ വന്നു. അപ്പോൾ മൊണാസ്ട്രിക്കകത്ത് ചുമ്മാ കയറിപ്പോകാൻ, സ്കൂളിൻ്റെ മുമ്പിൽ ചുമ്മാ ഗേറ്റ് തുറന്ന് കയറിപ്പോകാൻ പറ്റില്ല. അപ്പോൾ അവിടെ വന്ന് നിൽക്കും. എല്ലാ ദിവസവും മാസ്റ്റർ വരുമ്പോൾ നോക്കും, താണു വണങ്ങും. അങ്ങനെയാണ് അവിടെ ഇങ്ങനെ ഭയങ്കര താണു വണങ്ങും. ഒരു ദിവസം ചോദിച്ചു, നീ കുറേ ദിവസമായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നില്ല, എന്താ കാര്യം? അപ്പോൾ എനിക്ക് ആർട്ട് ഓഫ് സോഡ്സ്മാൻഷിപ്പ് പഠിക്കണമെന്ന്. അപ്പോൾ നീ ആരാണ്? നീ സാമുറായി വർഗത്തിൽപ്പെട്ടാണോ? അല്ല, ഞാൻ ഒരു കർഷകൻ്റെ മകനാണ്. ഗെറ്റ് ലോസ്റ്റ്, പൊക്കോളാൻ പറയും, ഇവിടെ കണ്ടുപോരുന്നത്. സാമുറായികളുടെ രക്തത്തിൽ മാത്രമേ ഇതുള്ളൂ, ടാലൻ്റ് ഉള്ളൂ. എനിക്കിവിടെ ധൈര്യം ഇങ്ങനെ വന്ന് കുറേ ഭയങ്കരമായിട്ട് ആട്ടി ഓടിക്കും. കേൾക്കാൻ ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ടോ? അവസരം ഈ എന്താണ് മാസ്റ്റർ വെച്ചും പോയിന്ന്. പിറ്റേ ദിവസം മാസ്റ്റർ അല്ല നടക്കാമ്പോൾ പിറ്റേ ദിവസം ഇവിടെ നിൽപ്പുണ്ട്. പിറ്റേ ദിവസം മാസ്റ്റർ ഓടിച്ചു, അതിലും ശക്തിയായിട്ട് ഓടിച്ചു. 3ാമത്തെ ദിവസം വീണ്ടും വന്ന് അതേ സമയത്ത് അവിടെ നിന്ന് ബോയ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അന്ന് മാസ്റ്റർക്ക് ശരിക്കും ദേഷ്യം വന്ന് 2 സാമുറായിമാരെ വിളിച്ചു. വെട്ടൊന്നും വേണ്ട, ഓടിച്ചു വിടാൻ പറയും. ഈ പരിസരത്തൊന്നും വരാൻ പറ്റാതെ ദൂരെ ഓടിച്ചു കൊണ്ടുപോകാൻ പറയും. കുതിരപ്പുറത്ത് കയറിയിട്ട് ഭയങ്കര സ്പീഡിലല്ല, ഇവൻ എത്ര ദൂരം പോകും അത്രയും ദൂരം എവിടെയോ കൊണ്ടുവിടാൻ പറഞ്ഞു. അത്രയും ദൂരം ഇവർ തന്നെ ഓടിച്ചു കൊണ്ടുവിട്ടു. എന്നിട്ട് തിരിച്ചു വന്ന് മാസ്റ്റർ പറഞ്ഞു, എത്ര ദൂരം? ഒരു 10 മൈലെന്ന് വെച്ചു, 10 കിലോമീറ്റർ വെച്ചു. അപ്പോൾ ഇനി അവൻ വരില്ല മാസ്റ്റർ, ഇനി അവർ വരില്ല. ശരി, പിന്നെ എന്ത് സംഭവിച്ചാണ്? കഥ തീർന്നോ? പിന്നെ വന്നു. എക്സാക്ട്ലി. പിറ്റേ ദിവസം രാവിലെ ആക്കുമ്പോൾ ഇവൻ അവിടെ തന്നെ നിൽപ്പുണ്ട്, തളർന്ന് ആവശ്യമായിട്ട്. കാരണം രാത്രി പോലും തിരിച്ച് നടന്ന് വഴിയൊക്കെ തെറ്റിപ്പോയി നടന്ന് വന്ന് നിൽക്കാൻ പോലും ശേഷിയില്ലാണ്ട് അവിടെ നിൽക്കുകയാണ്. വാടി തുറന്ന മുഖമായിട്ട് ഒരു 10-12 വയസ്സുണ്ടാവുള്ളൂ തോന്നുന്നു നിൽക്കാൻ. ഇത് കണ്ടപ്പോൾ മാസ്റ്റർ കുറച്ചൊന്ന് ഷേക്കണായി. മാസ്റ്റർ പറഞ്ഞു, ശരി, നീ ഇവിടെ നിന്നോ,
പക്ഷേ സോഡ്മാൻഷിപ്പ് ഒന്നും ഞാൻ പഠിപ്പിക്കില്ല. അത് ഇപ്പം നിന്നെ അകത്ത് കയറ്റിയത് കൊണ്ട് അത് പഠിപ്പിക്കുന്ന എന്താണ് വരണ്ട. പകരം അപ്പോൾ അവിടെ ഒരുപാട് സാമുറായി സ്റ്റുഡൻസ് ഉണ്ടല്ലോ. അപ്പോൾ അവരവിടെ താമസിച്ച് പഠിക്കും. അന്നത്തെ ഗുരുകുലം എന്ന് പറയും. ഇന്ത്യയിൽ ഗുരുകുലം എന്ന് പറയുന്നുണ്ട്, അമ്മയ്ക്ക് അച്ഛനൊക്കെ അറിയാം. അതുപോലെയാണ് അവരവിടെ താമസിച്ചാണ് പഠിക്കുന്നത്, ഹോസ്റ്റലിൽ പോലെ. നീ ഇവിടെ ഇതുണ്ട്, അടുക്കളയുണ്ട്, അവിടെ ഈ അത് അതിൻ്റെ അകത്ത് കയറരുത്. അവിടെ പുറത്ത് കിടന്നോണം. അവിടുത്തെ പാത്രങ്ങളൊക്കെ കഴുകുക. അതിന് രണ്ടുപേരുണ്ട്, അതിനെ സഹായിച്ചു നിന്നോണം. മേലെ അവിടെ തന്നെ നിന്നോണം. അവിടെ ഈ മാസ്റ്റർ പോവില്ല, മാസ്റ്റർ അവിടെ പോകണ്ട. എൻ്റെ മുമ്പിൽ വന്ന് പെട്ടേക്കരുത്. ഓക്കെ, വന്ന് പെട്ടാൽ ഐ വിൽ കട്ട് യുവർ ഹെഡ് എന്ന് പറയും. അന്ന് അങ്ങനെയൊക്കെ ചെയ്യും. ഇങ്ങനെ തെറ്റ്, ഓ ശരി അങ്ങനെയെങ്കിലും അങ്ങനെ നല്ല മട്ടിൽ കേട്ടു പോകുന്നു. ഒരു 1.5 വർഷം കഴിഞ്ഞു, 1.5 year പാസ്. പുരുഷൻ പാത്രം കഴിക്കൊണ്ടിരുന്നപ്പോൾ ഇവനൊരു 10-15 അടി ദൂരെ തെറിച്ച് വീണു. കൈയും കാലൊക്കെ ഒടിഞ്ഞു. ആശുപത്രി കൊണ്ടുപോയിട്ട് അവരെ അവിടെ ഇട്ട് തന്നെ ട്രീറ്റ് ചെയ്തു. അന്ന് ആശുപത്രി ഒന്നുമില്ല. ഇതാരാ ചെയ്തെന്നറിയോ? ആരായിരിക്കും പറഞ്ഞോളൂ. ആ മാസ്റ്റർ ചെയ്ത്. അപ്പോൾ മാസ്റ്റർ ചോദ്യം ചെയ്യാൻ പറ്റുമെന്നില്ല അവിടെ. അന്നത്തെ കാലം അത്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ തന്നെ അങ്ങനെയാണ്. ടീച്ചർമാർ അടിച്ചാൽ എന്താ അടിച്ചതെന്ന് ചോദിക്കാനൊന്നും പറ്റുന്നില്ല. അടിച്ചു അത്രേ ഉള്ളൂ. ഓക്കെ, ടീച്ചറിന് അത്ര അധികാരമാണ്. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ പോലും. അപ്പോൾ അന്നത്തെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ മറ്റ് ഡിസൈപ്പിൾസ്, മറ്റ് സ്റ്റുഡൻസൊക്കെ പറയും ഇവൻ എന്തോ ചെയ്ത് കാണും, എന്തോ തകരാറ് കാണിച്ചു കാണും. എന്തായാലും തകരാറ് കാണിച്ചാലും ഇല്ലെങ്കിലും മാസ്റ്ററോട് ചോദിക്കുന്ന പ്രശ്നമില്ല, വിട്ടു. അപ്പോൾ അവിടുത്തെ ആൾ തന്നെ എന്തൊക്കെ ചെയ്ത് ശരിയാക്കി. ഒരു വർഷം കൂടി കഴിഞ്ഞു. അപ്പോൾ വീണ്ടും ഈ പാത്രങ്ങളൊക്കെ അടുക്കളയല്ല, അതിൻ്റെ അപ്പുറത്തെ സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് തിരിഞ്ഞിട്ട് അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ വേറൊരു വാതിൽ കൂടി ഇറങ്ങിയവരുണ്ട്, മുളവാതിൽ. ആ വാതിലങ്ങോട്ട് തുറക്കുകയും ഇവൻ്റെ ഇവിടെ ഒരു വെട്ട് കിട്ടി. എന്നുവെച്ച് കഴിഞ്ഞാൽ ഈ പരിശീലിപ്പിക്കാനായിട്ട്, കുട്ടികളെ പരിശീലിപ്പിക്കാനായിട്ട് മുള കൊണ്ടുള്ള വാളാണ് ഉപയോഗിക്കുന്നത്. മുള കൊണ്ടുള്ള വാള്. ആ വാള് കൊണ്ട് ഒരു വെട്ട് കിട്ടി ഇവിടെ. ആരാ വെട്ടിയത്? യെസ്. അതും എല്ലാവരും എന്തൊക്കെയോ പറഞ്ഞു. പിന്നെ ഒരു ദിവസം രാത്രിയിൽ ഇവൻ പുറത്ത് ഈ മുളകളിങ്ങനെ 3 മുളകളിങ്ങനെ വെച്ചിട്ട് അത് ഒരു സ്റ്റാൻഡിൽ നിർത്തിയിട്ട് അതിൽ കിടന്നാണ് ഉറങ്ങുന്നത്. രാത്രിയിൽ പെട്ടെന്ന് ഞാൻ ചാടി എഴുന്നേറ്റ്. ഇവനിങ്ങനെ ചാടി എഴുന്നേറ്റ് ആ മുളയുടെ കട്ടിൽ 2ആയിട്ട് കട്ടായി. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചെന്ന് മനസ്സിലായോ? ആ മുള കൊണ്ടുള്ള ബെഡ് 2 കട്ട, അത് വാള് കൊണ്ടുള്ള ആ കട്ട കൊണ്ട് ഇരുമ്പ് തൂണ് പോലും കട്ടായിപ്പോ. അങ്ങനത്തെ വാള്, സാമുറായിയുടെ വാള്, അത് കട്ടായിപ്പോ. കണ്ട, ഉറക്കത്തില് ആരും അറിയാതെ പൂച്ചയെപ്പോലെ പതുങ്ങി വന്ന് വെട്ടിയ സാമുറായിയുടെ വെട്ട് കൊണ്ടില്ല, അത്രയായി മാറി. അത് ആ ലെവലിലെ കോൺഷ്യസ്നെസ്സിനെയാണ്, ഉറക്കത്തിൽ പോലും വർക്ക് ചെയ്യുന്ന കോൺഷ്യസ്നെസ്സിനെയാണ്, പൂച്ചയിൽ പോലുള്ള കോൺഷ്യസ്നെസ്സിനെയാണ് ഫുൾ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഐറ ഹാസ് ടു ഡെവലപ്പ് ഇറ്റ്. മാസ്റ്റർ വെട്ടാൻ വരുന്നുണ്ടോ എന്ന് നോക്കാനല്ല, ഈ ഐറ എന്ന് പറയുന്ന ആൾ തന്നെ എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഐറ എന്ന് പറയുന്ന ഒരാള് ഒരു മാസ്റ്ററാകാൻ വേണ്ടിയാണ്. 2030, 2035, 2040, 2045, 2050, 2055, 2060, 2065, 2070, 2075, 2080-ലേക്കൊക്കെ ഓടിച്ചു പോകുന്ന ഈ വണ്ടി ഒരു പെർഫെക്റ്റ് മാസ്റ്റർ ഡ്രൈവറെ കൊണ്ട് ഡ്രൈവ് ചെയ്യിപ്പിക്കണം. Is that attractive? Is that okay for you? Promise? All right. Good luck. Take one more card. കാരണം അത് ആ പ്രൊസീജിയറിലുള്ളതാണ്. 3 1 കഴിഞ്ഞാൽ 3. ഓ, ഇതിനകത്ത് മെയിൻ മെസ്സേജ്, ഇതിനകത്ത് റെഡും ബ്ലൂ ഒക്കെ കാണുന്നുണ്ട്. ഓക്കെ,
ജയപ്രകാശ് ദ വണ്ടർ. താങ്കൾക്ക് അവിടെ നിന്ന് കാണാൻ അറിയാൻ പാടില്ലേ? ഫസ്റ്റ് ലൈൻ വായിച്ചു നോക്കി. ഫസ്റ്റ് ലൈൻ ഹെഡിങ് പ്രസന്റ്. യാ, ഒന്നുകൂടി ഉറക്കെ വായിച്ച് കേൾക്കട്ടെ. Begin with the present. ബിഗിൻ റൈറ്റ് നൗ. പ്രസന്റ് ടെൻസ് കേട്ടിട്ടുണ്ടോ? പ്രസന്റ് ടെൻസ് Present. ഇപ്പോഴത്തെ ബിഗിൻ റൈറ്റ് നൗ. 5 minutes to 7. Okay, 5 minutes to 7. What do you call 27 today? 27. 28 December 2025. All right. ഈ ഞാനൊരു ക്ലാസ് പോലെ എടുത്തൊന്നുമല്ലോ. ഇത്രയും കാർഡുകൾ എടുക്കുന്നത് താങ്കൾ എടുത്ത കാർഡുകളാണ്. അതാരാ എടുത്തത്? ഞാൻ മനഃപൂർവ്വം ഈ കാർഡ് ഞാൻ എടുത്തേക്കാന്ന് വെച്ചിട്ട് എടുത്താണോ? അപ്പോൾ മാത്രമേ ഞാൻ എടുത്തെന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് ഐറയുടെ ഉള്ളിലുള്ള വേറെ ഏതൊരു ശക്തി എടുത്ത കാർഡാണ്. സംശയമുണ്ടോ? താങ്കൾ നോക്കി ആ ബുക്കൊന്ന് കാണട്ടെ, അല്ലെങ്കിൽ ഈ ഗ്ലാസ് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ താങ്കൾ എടുത്താണ്. താങ്കളുടെ കൈ കൊണ്ടാണ് എടുത്തത്. പക്ഷേ താങ്കളുടെ മനഃപൂർവ്വം വലിച്ച് ഇതിലെന്താണ്, അത് വേണ്ട, ഇതിലെന്താണ്, അത് വേണ്ട, അങ്ങനെ എടുത്തതല്ല. ഡു യു അണ്ടർസ്റ്റാൻഡ് ദ സിഗ്നിഫിക്കൻസ്? ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാവുന്നുണ്ടോ? മോളിത് 28/12/2025. നോ താഴെ നടുക്കായിട്ട് ഇവിടെ ഐ കോമ ഐറ. വാട്ട് ഇസ് സ്പെല്ലിംഗ്? begins next line a new journey of developing ഇനി ഇൻവേർട്ടർ കോമയിൽ ഫുൾ അവിടെ ഇൻവേർട്ടർ കോമയിൽ ഫുൾ കോൺഷ്യസ്നസ്. What you have written? Full conscious. And then totally read it. Ira begins a new journey of developing full consciousness. Today. Conscious വരെ എഴുതിയിട്ടുള്ളൂ. Conscious വരെ എഴുതിയിട്ടുള്ളൂ. Consciousness. 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 Today. Today. Full stop. Put your new signature. Create a new signature now, whatever it is. പിന്നെ സിഗ്നേച്ചർ ഉണ്ടാക്കാം. റൈറ്റ് നൗ യു ജസ്റ്റ് ഡു ഇറ്റ്. ജസ്റ്റ് ലൈക്ക് എ കാർഡ് എടുത്ത പോലെ ജസ്റ്റ് എ ന്യൂ സിഗ്നേച്ചർ ഓഫ് ഐറ. ജസ്റ്റ് പുട്ട് ഇറ്റ്, ഡോണ്ട് വറി. സാരമില്ല, അത് ഞാൻ പറഞ്ഞില്ല. ഇറ്റ് ഈസ് എ ന്യൂ സിഗ്നേച്ചർ, ദാറ്റ്സ് ഓക്കെ. ബട്ട് യു കനോട്ട് സിഗ്നേച്ചർ ആര്യ. സോ യു ഹാവ് ടു പുട്ട് ഐറ ഓൺലി. Because Ira, then you have written Ira. So you put something. You write, just write Ira and put an underline. All right. Okay. So now you can go for a round. So you think about this beauty. This was not ordinary. This was not ordinary. There are about 650 cards.
on every card is a new theme. Let me take any card is a new theme. Not like this. What is this? Creative intent. It's about I Ching. And so many cards with so many writing. And then the great metaphor, normal distribution curve. It's all very creativity research and more improve. And these are 3 unique cards, Sarah, you have taken. Rather, that spirit of you have just like that picked up, which is about you. First of all, correct sequence. ആദ്യമേ തന്നെ ലാസ്റ്റ് കാർഡ് വരവന് കറക്റ്റ് സീക്വൻസ് ആണ്. കറക്റ്റ് ആദ്യം ആരാണ് ഐറ എന്ന് പറഞ്ഞു. രണ്ടാമത് ഐറയുടെ ഇൻഡിവിജ്വാലിറ്റിയെ പറ്റി പറഞ്ഞു. സോ ഐറ എന്ന് പറഞ്ഞ ബേസിക് ക്യാരക്ടർ ഇന്നസെന്റ്, പോസിറ്റീവ്. അതുകൊണ്ടാണ് ഐറ ഞാൻ ഓപ്പണായിട്ട് സംസാരിക്കുന്ന ആളാണ്. ഐ എം സോറി. അത് ഞാൻ പലരും ഇത് പറയാറുണ്ട്. ഞാൻ ഓപ്പണായിട്ട് പറയാമെന്ന് പറഞ്ഞ് പറയാറുണ്ട്. ഞാനും അത് തന്നെ ചെയ്യണേ. ഓപ്പണായിട്ട് പറയണേ. അയര് തോന്നിയ ദിവസം ഇട്ടിട്ട് പോയ ഒരു ശങ്കറിൻ്റെ പുറകെ പോകുന്ന അയർ എപ്പോഴും റെഡിയാണ്. സി ദാറ്റ് ഈസ് ബിക്കോസ് യു ആർ ഇന്നസെൻ്റ് ആൻഡ് വാട്ട് കോൾ എല്ലാവരും പോസിറ്റീവാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഞാൻ അയരോട് ചോദിച്ചു, ഡു യു തിങ്ക് ദാറ്റ് ഹി ലവ്സ് യു? യാ, ഹി സ്റ്റിൽ ലവ്സ് മീ. കാരണം യു ആർ ഇന്നസെൻറ്റ് ആൻഡ് യു ആർ ഓൾവേസ് പോസിറ്റീവ്. ദാറ്റ്സ് ഗുഡ്. എപ്പോഴെന്നറിയാം? മേ ബി 100 years ബാക്ക് അല്ലേ, 100 വർഷം മുമ്പ് ഇങ്ങനെ തറവാട്ടിൽ ഒക്കെ ജീവിക്കുകയാണെങ്കിൽ യു ക്യാൻ ബി ലൈക്ക് ദാറ്റ്. നൗ ഇറ്റ് ഈസ് കലിയുഗം 2025. എവറി ഗേൾ ഓൺ ദ റോഡ് മേ ബി molested എന്ന് പറയും. molested എന്ന് വെച്ചാൽ കയറി പിടിക്കുക. They are all scared. If they are alone, more than 60% chance they will be at least molested. Molested എന്ന് പറഞ്ഞാൽ കയറി ഒന്ന് പിടിക്കുക, ഒരു ഉമ്മ വയ്ക്കുക, അത് ഇതൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പോഴത്തേക്ക് പെണ്ണിട്ടിട്ട് കൊടുക്കും. അതല്ലെങ്കിൽ 2-3 പേര് വരികയാണെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തേക്കാം. അതൊക്കെ ഇതെല്ലാം റിയാലിറ്റി ഞാൻ പറയുന്നത് കേട്ടോ. ന്യൂസ് കേൾക്കും പറയും, ന്യൂസിൽ കണ്ട കാര്യങ്ങൾ പറയുന്നില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെ സംഭവിക്കുന്നില്ല. അതാണ് കാലം. അയാളുടെ ഇന്നസെൻസ് കൊണ്ട് ഇവിടെ നടക്കില്ല. അയാളുടെ പോസിറ്റീവ് ഓറിയൻറ്റേഷനായിട്ട് ഒരു കള്ളം വന്നു കഴിഞ്ഞാൽ വീണ്ടും അതിനോട് പോസിറ്റീവായിട്ട് വരുവരെ നടക്കും. അതുകൊണ്ടാണ്. ദാറ്റ്സ് ഓൾ ഐറ. യു ആർ ഗ്രേറ്റ്. താങ്കൾ എൻ്റെ അഭിപ്രായത്തിലൊരു 40 years ഒക്കെ ആകുമ്പോൾ അടുത്തുള്ള പെൺകുട്ടികളൊക്കെ വിളിച്ചിട്ട് അവർക്ക് ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് ഡയറക്ഷൻ കൊടുക്കുന്ന ഒരാളാണ്. അതാണ് ഞാൻ കാണുന്ന ഐറയുടെ ഗ്രോത്ത്. കാരണം വരുന്ന കാലത്തിൽ അത് വളരെ ആവശ്യമാണ്. കാരണം ഞാൻ ഒരുപാട് കുട്ടികളെ കാണുന്നവരും ഞാൻ ഒരുപാട് ഗവേഷണ വിദ്യാർത്ഥികളല്ല, അവരൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്ന എനിക്ക്